സോ ഇതായിരുന്നു നമ്മൾ ഉദയ്പൂരിൽ സ്റ്റേ ചെയ്ത ഹോട്ടൽ. സോ രാവിലെ നമ്മൾ ചെക്ക് ഔട്ട് ചെയ്തു. രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നല്ല ഹോട്ടലൊന്നും കണ്ടില്ല. സോ നമ്മൾ ഈ ഒരു ബേക്കറിയിൽ നിർത്തി കുറച്ച് സ്വീറ്റ്സൊക്കെ വാങ്ങിച്ചു. ഇവിടെ കുറേ നിറയെ വെറൈറ്റീസ് സ്വീറ്റ്സ് ഉണ്ട് ഇവിടെ. സ്പൈസി ഐറ്റംസും ഉണ്ട്. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ഇവിടെ പുറത്ത് ബാബുജി ജോധ്പൂർ മിസ്ഥാൻ ബേക്കറി എന്നാണ് ഈ ബേക്കറിയുടെ പേര്. നമ്മളപ്പോൾ ഒരു ദഹി പൂരിയും 2 പോഹയും ആണ് വാങ്ങിച്ചത്. എന്നിട്ട് നമ്മൾ നേരെ ഉദയ്പൂർ സിറ്റി പാലസിലോട്ട് വന്നു. ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. സോ ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ ഉള്ളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടേക്ക് പ്രൈവറ്റ് വാഹനങ്ങളാണ് മോസ്റ്റ്ലി അവർ കടത്തിവിടുകയുള്ളൂ. കാരണം ഇതൊരു പ്രൈവറ്റ് പാലസ് ആണല്ലോ, പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. സോ അങ്ങനെ അവരുടെ വാഹനങ്ങളൊക്കെ അവർ കടത്തിവിടും. പിന്നെ ഈ വരുന്ന ട്രെയിന് ഇവിടുത്തെ വിസിറ്റേഴ്സിനുള്ളതാണ്. വിസിറ്റേഴ്സിന് ഇതിൽ കയറിയിട്ട് നമ്മൾ നടന്നാണ് പോകുന്നത്. നടന്നിട്ട് ഒരു കുറച്ച് ദൂരം അങ്ങോട്ട് പോകാനുണ്ട്. സോ അങ്ങോട്ടേക്ക് ലേക്ക് പിച്ചോളൻ്റെ ലേക്ക് തീരത്താണ് നമ്മുടെ ഈ പാലസ് ഉള്ളത്. സോ അവിടെ അതിൻ്റെ ഓപ്പോസിറ്റ് നമുക്ക് ആ കാണുന്ന ബിൽഡിങ്ങിൽ ടൂറിസ്റ്റിന് നമുക്ക് സ്റ്റേ ചെയ്യാനുള്ള ഫെസിലിറ്റീസൊക്കെ ഉണ്ട്. ഈ റെഡ് ഫെൻസിങ്ങിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് അലൗഡ് അല്ല, അത് റെസ്ട്രിക്റ്റഡ് ഏരിയയാണ്. സോ നമ്മൾ ആക്ച്വലി പാലസിൻ്റെ ഫ്രണ്ടിലെത്താനായി ഇവിടെ നിന്ന് നേരെ നടക്കുന്ന പാലസിൻ്റെ ഫ്രണ്ടിലോട്ട്. യെസ്, നമ്മൾ പാലസിൻ്റെ ഫ്രണ്ടിലെത്തി. കുറച്ച് സുവനീർ ഷോപ്പുകളൊക്കെയാണ് ഈ ലെഫ്റ്റ് സൈഡ് ഉള്ളത്. ഇതാണ് പാലസിൻ്റെ ഒരു ഫുൾ വ്യൂ. റൈറ്റ് സൈഡ് ഫുഡ് കോർട്ടൊക്കെയാണ്. നമ്മൾ ഉള്ളിലോട്ട് കയറിയതും ഈ സോൾജേഴ്സിൻ്റെ ഡ്രസ്സും കിങ്ങിൻ്റെ ഒക്കെ ഡ്രസ്സും ഈ കുതിരയ്ക്ക് ഇടുന്ന ഓരോ കോസ്റ്റ്യൂംസും ഒക്കെയാണ്. ഇതൊക്കെ വാർ ടൈമിൽ യൂസ് ചെയ്യുന്നത് ഒക്കെയാണെന്ന് തോന്നുന്നു. ഇത് അമ്പും വില്ലും അങ്ങനെ കുറേ ഡ്രസ്സുകൾ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇവിടെ കത്തി ആ സമയത്ത് അവർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന കുറേ വെപ്പൺസൊക്കെയാണ്. തോക്ക്, എല്ലായിടത്തും ഇങ്ങനെ ഫാനൊക്കെ ഉണ്ട്. ഇവിടെ ഈ വിസിറ്റേഴ്സിന് വേണ്ടിയുള്ള ഫാൻ. പിന്നെ ഇവിടെ കുറേ വർക്കേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് കുന്തം എന്ന് പറയില്ലേ നമ്മൾ, അതാണ്. പിന്നെ ഇതാ ഗണ്ണ്. കൊട്ടാരത്തിൽ നടന്നിരുന്ന കുറേ കാര്യങ്ങളുടെയും യുദ്ധങ്ങളുടെയൊക്കെ പിക്ചർ വരച്ചതാണ് ഇതൊക്കെ. ഇത് മൊത്തം ഗ്ലാസ് കൊണ്ട് ചെയ്തിട്ടുള്ള ഡിസൈൻസാണ് ഇവിടെ. ഇത് പുറത്തേക്കുള്ള വ്യൂ ആണ്. ഇതൊരു ബെഡ്റൂമാണ്. ഇതും ഗ്ലാസ് കൊണ്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു മുറ്റം പോലെ, കോർട്ട്യാർഡ് പോലെയുള്ളൊരു സ്ഥലം. ഇത് അവരുടെ കിച്ചൺ. ഇതും ഒരു ബെഡ്റൂമാണ്. ഇത് ഈ പാലസ് കൺസ്ട്രക്ഷൻ ടൈമിൽ ഓരോ ടൈം പീരീഡിലുള്ള ചേഞ്ചസിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷനാണ്. ഇവിടെ ഇങ്ങനെ കുറച്ച് സ്കൾപ്ചേഴ്സൊക്കെ ഉണ്ട് ഈ എക്സിബിഷൻ ഹാളിൽ ഫുള്ളായിട്ട്.
അങ്ങനെ നമ്മൾ മ്യൂസിയം കണ്ട് തിരിച്ചു പോവുകയാണ്. സോ നല്ല വലിയ മ്യൂസിയം ആയിരുന്നു. ഒരുപാട് സ്ഥലങ്ങളുണ്ടായിരുന്നു കാണാൻ. അതിനൊക്കെ അനുസരിച്ച് ഒരുപാട് എംപ്ലോയീസ് അവിടെ വർക്ക് ചെയ്യുന്നവരുണ്ടായിരുന്നു, നമ്മൾ ഓരോ ഡയറക്ഷനിൽ തിരിച്ചു വിടാനും ഒക്കെ ആയിട്ട്. നമ്മുടെ ടിക്കറ്റൊക്കെ, എൻട്രി ടിക്കറ്റ് കളയാൻ പാടില്ല, അവിടെ ചില സ്ഥലങ്ങളിലൊക്കെ ചോദിക്കുന്നുണ്ട് അത്. അങ്ങനെ പിന്നെ വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. നമുക്ക് ഈ ഫ്രണ്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ശിവൻ്റെ വലിയ സ്റ്റാച്യു കാണുന്നുണ്ട്. അപ്പോൾ അതാണ് ഞങ്ങളെല്ലാവരും ഇങ്ങനെ അത് നോക്കിക്കൊണ്ടിരിക്കുക, അതെവിടെയാണ്, അതെന്താ സംഭവം എന്നൊക്കെ പറഞ്ഞിട്ട്. സോ ഇനി നമ്മൾ നേരെ ജയ്പൂരിലേക്കാണ് പോകുന്നത്. സോ രാജസ്ഥാൻ നമുക്ക് ഒരു 2 ഡേ സ്റ്റേ ചെയ്യാം. അപ്പോൾ ഉദയ്പൂരും ജയ്പൂരും കാണാമെന്ന് വെച്ചിട്ടാണ്. സോ ജയ്പൂർ മിക്കവാറും നമ്മൾ സിറ്റി പാലസ് കാണുന്നുണ്ടാവില്ല, ഇനിയിപ്പോൾ ഹവാമഹൽ കാണാം എന്നുള്ള ഇതിലാണ് പോകുന്നത്. സോ ഇന്ന് രാത്രി എന്തായാലും നമ്മളവിടെ റീച്ചാവും. ബിൽവാര എന്ന് പറയുന്ന സ്ഥലമാണ് നമ്മുടെ നെക്സ്റ്റ് റീച്ച് ആവേണ്ട പ്ലേസ്. രാജ് സമന്ത് ബിൽവാര ഹൈവേ. നമ്മളങ്ങനെ നമ്മുടെ ട്രിപ്പിൻ്റെ 5th ഡേ ആണെന്ന്. നമ്മൾ ഉദയ്പൂരായിരുന്നു സൈറ്റ് സീയിങ്ങിന് പോയത്. സോ ഇനി നമ്മൾ ജയ്പൂരിലേക്കാണ് പോകുന്നത്. സോ ഫസ്റ്റ് ഡേ നമ്മുടെ ഫസ്റ്റ് വീഡിയോസൊക്കെ കണ്ടവർക്ക് അറിയാം, നമ്മൾ ചിത്രദുർഗ കർണാടകയായിരുന്നു ആദ്യം പോയത്. പിന്നെ മഹാരാഷ്ട്ര കയറി, അവിടെ എല്ലോര അജന്ത കേവ്സ് കണ്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ ഗുജറാത്തിലോട്ടായിരുന്നു പോയത്. അവിടെ സ്റ്റാച്യു ഓഫ് യൂണിറ്റി കണ്ടിട്ട് നമ്മൾ ഇന്നലെ രാത്രിയായിരുന്നു ഉദയ്പൂർ രാജസ്ഥാൻ കയറിയത്. സോ ഇന്ന് നമ്മൾ ഇവിടുത്തെ സിറ്റി പാലസ് കണ്ടിട്ട് നമ്മളിനി നേരെ ജയ്പൂരിലേക്കാണ് പോകുന്നത്. സോ നമ്മളിനി 9 കിലോമീറ്റേഴ്സിൽ ബിൽവാര എന്ന് പറയുന്ന സ്ഥലത്തെത്തും.
അയ്യേ അത് പറയാം നമുക്ക് വീഡിയോയിൽ. സിമെന്റ് ഫാക്ടറിയില് സിമെന്റിനുള്ള അതെടുത്തിട്ട് ബാക്കി വേസ്റ്റ് വല്ലതും കൊണ്ടുപോകും. മധുക്കരയിലൊക്കെ അങ്ങനത്തെ മല ഉണ്ടാക്കിയിട്ടില്ലേ? നമ്മൾ ഈ ഉദയ്പൂരിൽ നിന്ന് ജയ്പൂരിലേക്ക് പോകുന്ന റൂട്ടിൽ നത്വാര, രാജ്സമന്ദ്, ദിയോഗാത്ത്, ബ്യാവർ, പുഷ്കർ എന്നൊക്കെ പറയുന്ന പ്ലേസസ് ഉണ്ട്. പുഷ്കർ എന്ന് പറയുന്ന പുഷ്കർ മേള എന്നൊക്കെ കേട്ടില്ലേ നമ്മൾ, ലൈക്ക് ക്യാമൽസിൻ്റെ ഒക്കെ ഒരു ഫെസ്റ്റിവലാണ്. പിന്നെ കിഷൻഗർ, ബാഗ്രു, അങ്ങനെ നമ്മൾ ജയ്പൂർ എത്തും. സോ യൂഷ്വലി നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഒരു 2 o'clock ഉച്ചയ്ക്ക് സൈറ്റ് സീയിങ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ലഞ്ച് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ തന്നെ നെക്സ്റ്റ് ടൗണിൽ നമ്മൾ എവിടെയാണോ ഹോൾട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവിടെ നമ്മൾ ഈ മേക്ക് മൈ ട്രിപ്പ് ആപ്പിൽ കൂടെ ഹോട്ടൽ റൂംസ് ബുക്ക് ചെയ്യുകയാണ് പതിവ്. സോ അങ്ങനെ നമ്മൾ ജയ്പൂരിൽ ഒരു പ്ലേസിൽ ഹോട്ടൽ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട് ഇന്നത്തേക്ക്. സോ ഇത്രയും ദിവസം അങ്ങനെയായിരുന്നു, ഈ 4 ദിവസവും അങ്ങനെയായിരുന്നു. സോ അത്യാവശ്യം കുറച്ച് നേരത്തെ തന്നെ എണിച്ച് റെഡി ആവുകയാണെങ്കിൽ നമുക്ക് എന്താ പറയുക, അത്യാവശ്യം തിരക്കില്ലാതെ സ്ഥലങ്ങളൊക്കെ കാണാം എന്നുള്ളൊരു രീതിക്കാണ് നമ്മൾ ചെയ്യാറ്. പക്ഷേ ഇപ്പം പോകുന്നിടത്തൊക്കെ നല്ല തിരക്കുണ്ട്. ഈ ക്രിസ്മസ് വെക്കേഷനും കൂടി ആയതുകൊണ്ടാവും. പതുക്കെ 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 പതുക്കെ. In 600 meters, keep right to stay on National Highway 48. ബിൽവാര Keep right to stay on National Highway 48. അപ്ലൈ എത്തി. അതെ അതെ. ആ റോഡ് കഴിഞ്ഞില്ലേ, അവിടെ ചെന്ന് ബിൽവാര എത്തുമ്പോഴാണ് നമ്മളെ മാറ്റി ഹൈവേ മാറ്റി വെച്ചു. 1.5 kilometers. ആ റോഡ് സൈഡ് ഇരുമ്പ് പീസ് കിടന്നു വണ്ടിയിൽ. അങ്ങനെ ഇരുട്ടായി തുടങ്ങി. സോ ജയ്പൂർ നേരെ എന്നൊക്കെ പറഞ്ഞ് സൈൻ ബോർഡൊക്കെ കാണുന്നുണ്ട്. സോ ഈ ലൈറ്റ്സ് ഒക്കെ ഓൺ ആയതിനു ശേഷം ഈ റോഡിലൂടെ പോകാൻ നല്ല ഭംഗിയാണ്. സൺസെറ്റിൻ്റെ ആ ഒരു വൈബിൽ. സോ നമുക്കങ്ങനെ പോവാം. ഈ പോകുന്ന റൂട്ടിലൊക്കെ നമുക്ക് 2 സൈഡും കുറേ സ്ഥലങ്ങളൊക്കെ കാണാം. സൺസെറ്റിൻ്റെ സമയത്ത് അതൊക്കെ നല്ല ഭംഗിയാണ്. അപ്പോൾ ജയ്പൂർ റീച്ച് ആവാനായി. ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ജയ്പൂരിൻ്റെ സൈറ്റ് സീയിങ്. മേലക്കൂടെ